എൽസ ഓർഗാനിക് റേഞ്ച് പിന്നെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഓർഗാനിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പം അതിനകത്ത് വില്ലനായി നിൽക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഈ പോളിസി മാറ്റണം. ഒരാൾ ഓർഗാനിക്കായിട്ടൊരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ 5 പൈസ മേടിക്കാതെ സംസ്ഥാന സർക്കാർ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കണം. വരുമാനത്തിൻ്റെ ഒരു അംശം ജീവകാരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു പറയുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നു. വളരെയധികം സന്തോഷം. ഞാൻ പ്രവാസ ജീവിതം നിർത്തി നാട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫിന് തോളിനൊരു വേദനയുണ്ടായി. അതെന്താണെന്ന് നോക്കി അമൃതായി പോയി അവിടുന്ന് കണ്ടുപിടിച്ച് മൾട്ടിപ്പിൾ മൈലോമ വിത്ത് റീനൽ ഫെയിലർ. അത് കഴിഞ്ഞ് പുള്ളിക്കാരി അങ്ങ് ഹെവനിലേക്ക് പോയി. അപ്പോൾ ഹെവൻ വാലി ഇൻഡസ്ട്രീസിൽ നിന്ന് ഇറങ്ങുന്ന സാധനം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ പോലുള്ള വൈറസ് സംബന്ധമായ ഒരു അസുഖം ഉണ്ടാകരുത്, അതിനുവേണ്ടി ഞാൻ 15 വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ഓർഗാനിക് റേഞ്ച് മസാല ഇറക്കിയത്. You are watching India's first NGO television, Malanadu TV, India. ഞാൻ ഈ പന്തളത്താണ് ഇപ്പോൾ ഉള്ളത്. അതായത് പത്തനംതിട്ട ജില്ലയുടെ പന്തളം തുമ്പമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തുമ്പമണ്ണിൻ്റെ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശരിക്കും ഞാൻ വന്നത് എൽസ എന്ന് പറയുന്ന ഒരു കറി മസാല ചെയ്യുന്നൊരു ചേട്ടനെ കാണാനായിട്ട് പറഞ്ഞാണ്. എന്താണ് ഈ എൽസ ഓർഗാനിക് റേഞ്ച് കറി മസാല? കണ്ടില്ലേ, എൻ്റെ പിന്നിലെല്ലാം ബോർഡ് കണ്ടില്ലേ, എൽസ ഓർഗാനിക് റേഞ്ച് കറി മസാല. എന്താ ഈ എൽസ ഓർഗാനിക് റേഞ്ച് കറി മസാല? ഓർഗാനിക് കറി മസാല എന്ന് പറഞ്ഞാൽ പോരെ? പറ്റില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, എന്തായാലും ഓർഗാനിക് എന്ന് പറയാൻ പാടില്ലാത്ത കറി മസാലയ്ക്ക് ഓർഗാനിക് റേഞ്ച് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കുറേയധികം കാര്യങ്ങളുണ്ട് അതിനകത്ത്. എന്തായാലും വളരെ ശുദ്ധമായിട്ടുള്ള ഒരു കറി മസാല പരിചയപ്പെടുത്താനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മളുടെ പിന്നെ MNTV ജേർണലിസ്റ്റ് ഫോറമുണ്ട്, സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറമുണ്ട്. ആ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ അലിയാർ എരുമേലിയും അതുപോലെ തന്നെ ഇതിന് അടുത്ത പ്രദേശമായിട്ടുള്ള മണിമല സന്തോഷ്, ഇവർ രണ്ടിനോട് ചേർന്നാണ് നമ്മളെ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. നമുക്കൊന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാം, വരൂ. ഈ വീട്ടിൽ നമ്മളെ കൊണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഹെവൻ വാലി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. തുമ്പമൺ അതിനുവേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം വളരെ ഗംഭീരമായിട്ട് ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മളൊക്കെ അടുത്തതാ നമ്മുടെ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. സംസ്ഥാന കോർഡിനേറ്റർ അലിയാർ എരുമേലി, അതുപോലെ തന്നെ സന്തോഷ് മണിമല. നമ്മൾ കാണാൻ വന്ന ആൾ താണ്ട ഇതാണ്. ഇതൊരു ചെറിയ വ്യക്തിയല്ല. ചേർ എന്തോ വളരെ സന്തോഷമുണ്ട്. ഈ മലനാട് ടിവിയുടെ സിദ്ധാന്തം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ലേ? ഓർഗാനിക് ഫുഡ് മാത്രമേ നമ്മളിനി കഴിക്കാവൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഓർഗാനിക് റേഞ്ച് കറി മസാലയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരാൾ വരുന്നു. എന്താണ് പേര്? എൻ്റെ പേര് വർഗീസ് മുട്ടം. വർഗീസ് മുട്ടം എന്നാണ്. ശരിക്കും ഇവരൊക്കെ പറയുണ്ടായി ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ്, വലിയ ഒരു ട്രാജഡിയിൽ നിന്നാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതല്ലേ? അതെ. അതെന്താ? അതായത് ഞാൻ പ്രവാസ ജീവിതം നിർത്തി നാട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫിന് തോളിനൊരു വേദനയുണ്ടായി. അതെന്താണെന്ന് നോക്കി അമൃതായി പോയി അവിടുന്ന് കണ്ടുപിടിച്ച് മൾട്ടിപ്പിൾ മൈലോമ വിത്ത് റീനൽ ഫെയിലർ. അവിടെ ചികിത്സ ഇല്ലെന്ന് അവിടുന്ന് RCC പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടുത്തെ ജനം അന്ന് കണ്ടുകൊണ്ടിരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോയി നിൽക്കാൻ വയ്യ. മലേഷ്യയിലോട്ട് അവരുടെ ആംബുലൻസിലാക്കി. ഡോക്ടർ ഗംഗാധരൻ്റെ ചികിത്സയിൽ 5 വർഷം ചികിത്സിച്ചു. അപ്പോഴത്തേക്ക് ഇത് കൂടിപ്പോയി, 85% ആയി. അങ്ങനെ വന്നപ്പം അതിന് 500 പിന്നെ 5 വർഷം ചികിത്സിച്ചതിന് ഒരു ഹ്യൂജ് എമൗണ്ടായി. അത് കഴിഞ്ഞ് പുള്ളിക്കാരി അങ്ങ് ഹെവനിലേക്ക് പോയി. അപ്പോൾ ഹെവൻ വാലി ഇൻഡസ്ട്രീസിൽ നിന്ന് ഇറങ്ങുന്ന സാധനം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ പോലുള്ള വൈറസ് സംബന്ധമായ ഒരു അസുഖം ഉണ്ടാകരുത്, അതിനുവേണ്ടി ഞാൻ 15 വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ഓർഗാനിക് റേഞ്ച് മസാല ഇറക്കിയത്. ഓർഗാനിക് എന്നും പറഞ്ഞ് ഇറക്കുന്നതിനെക്കാട്ടി സൂപ്പർ ക്വാളിറ്റി ആയത്. അല്ല, എന്തുകൊണ്ട് അച്ഛൻ ഓർഗാനിക് പറഞ്ഞുകൂടാ? അതിന് സർട്ടിഫിക്കേഷന് ഭയങ്കര എക്സ്പെൻസാണ്. അങ്ങനെ വരുമ്പോൾ 100 ഗ്രാമിന് 200 രൂപ വെച്ച് കിട്ടും, ആരും എടുക്കത്തില്ല. അപ്പോൾ അതിലും സൂപ്പറായിട്ട് ഇറക്കാൻ എനിക്കറിയാം. അതിനാ റിസർച്ച് ചെയ്ത്. അതെ, അവിടെയാണ് ഇപ്പോൾ സർക്കാർ അല്ലേ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് മാറ്റണം എന്നാണ് ഇതിനകത്ത് നമ്മൾ കണ്ടെത്തേണ്ടത്. അതെ, അതിന് ശേഷം ഓർഗാനിക് റേഞ്ചിൽ ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് ആൾക്കാർ ഓർഗാനിക് എന്നും പറഞ്ഞ് ഇറക്കി. അത് മുഴുവൻ ഗവൺമെൻറ് കണ്ടുപിടിച്ച് പൂട്ടിച്ചു. ഇന്നിപ്പം ഈ 31-ന് 30 വർഷം തികയുക. ഈ 30 വർഷത്തിൻ്റെ ഇടയ്ക്ക് 3000 കമ്പനികൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തു. നമ്മളിത് ഇപ്പോഴും ഉണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് വളർത്തിയത് ഒരുപാട് പരസ്യം ഞാൻ ദർശന TV
ഇതിൽ കൂടി ഒരു വർഷം ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പരസ്യം ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഡയറക്ടർ ചോദിച്ചത് ഇവൻ ആരാണ്. വിളിച്ചിട്ട് തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജരാക്കി ദർശന TV. അവിടെ നിന്നുകൊണ്ട് ഈ 3 ലാംഗ്വേജിൽ പോയി ലോകം മുഴുവനായി. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോകളെടുത്ത് പരസ്യങ്ങളെടുത്ത് ഇൻ്റർനെറ്റ് വഴി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. ഇന്ന് ഇൻ്റർനാഷണൽ അവാർഡ് എനിക്ക് മാത്രം കഴിഞ്ഞ ജനുവരി 27 എറണാകുളത്ത് എയർപോർട്ട് ഓപ്പോസിറ്റ് സായി എർത്ത് ഇൻ്റർനാഷണൽ റിസോർട്ടിൽ വെച്ച് 5000 പേരുടെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഇടുക്കി മിനിസ്റ്റർ റോഷി അഗസ്റ്റിനും നമ്മുടെ ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജ് കുഞ്ഞികൃഷ്ണനും കൂടി എനിക്ക് തന്നു. അതിനുശേഷം ഈ സാധനങ്ങൾ ഒരുപാട് പോകുന്നുണ്ട്, അതിന് മുമ്പും പോകുന്നുണ്ട്. ദൂരദർശനിൽ കൂടി നമ്മുടെ ഇതിൻ്റെ ചരിത്രം മുഴുവൻ ഇട്ടു. 144 കൺട്രീസിലിട്ടു. പഴയ ആൾക്കാർ ഇത് കണ്ടിട്ട് ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട്, ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ലോകം പറഞ്ഞില്ല ഇങ്ങനെ ഈ എൽസ കരിപ്പോട്ട്. അതാണ് ഇപ്പം ഈ ഹെവനിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അത് എൽസ എന്ന് പറയുന്ന സഹധർമ്മിണി ഹെവനിലേക്ക് പോയി. ക്യാൻസർ രോഗമായിരുന്നു. ഇനി ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ലോകത്തുണ്ടാകാതിരിക്കുവാനായിട്ടാണ് അദ്ദേഹം ഈ ശ്രമം നടക്കുന്നത്. ഇത് തന്നെയാണ് മലനാട് ടിവിയുടെ എം ഷോപ്പിയും ഉദ്ദേശിക്കുന്നത് അല്ലേ? മലനാട് ടിവിയുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറം കേരളത്തിലെ 1000-ഓളം പിന്നെ പഞ്ചായത്തുകളിലൂടെ നമ്മുടെ ജേർണലിസ്റ്റുകൾ വരികയാണ്. ഇപ്പോൾ സന്തോഷ് മണിമലയാണ് കൂടെ ഉള്ളത്. അതിന് സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകുന്ന കോർഡിനേറ്ററാണ് അലിയാർ എരുമേലി. അപ്പം നമുക്കിത് സന്തോഷമാണ്. അലിയാറിൻ്റെ മനസ്സിലേക്ക് എങ്ങനെയാണ് ചൈൻ കടന്നു വരുന്നത്? ഞാൻ അദ്ദേഹമായിട്ട് പിന്നെ അദ്ദേഹം ഈ ജേർണലിസ്റ്റ് മീഡിയ അസോസിയേഷൻ്റെ ഒരു പത്രപ്രവർത്തനമുണ്ട്. അപ്പോൾ അതുകൂടെ എൽസ ന്യൂസും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ന്യൂസ് മുഖാന്തരം ബന്ധപ്പെട്ടപ്പോഴത്തേനാണ് ഞാനും ഒരു റിപ്പോർട്ടർ എന്നുള്ള മലനാട് ടിവിയുടെ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് കുറേ പ്രൊഡക്റ്റുകൾ, കാരണം വിഷരഹിതമായ സാധനങ്ങൾ ഇദ്ദേഹം കൊടുക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ശരി, അങ്ങനെ ഉണ്ടപ്പോൾ നമ്മുടെ ഉദ്ദേശവും തന്നെയാണ്. മലനാട് ടിവിയുടെ ഉദ്ദേശം ജനങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ പാടില്ല, ക്യാൻസർ പോലുള്ള വൈറസ് സംബന്ധമായ ഒരു അസുഖം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മലനാട് ടിവിയുടെ ലക്ഷ്യവും ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലനാട് ടി വി ഒന്ന് പരിചയപ്പെടുത്താമെന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MD രാജേഷ് സാറിനെ. തീർച്ചയായിട്ടും എന്തായാലും ഒരു വലിയ സംഭവം. കാരണം പ്രധാനമായിട്ടും വൈഫിൻ്റെ ഒരു പിന്നെ വേർപാട്, അതെ, വൈഫിൻ്റെ ഒരു വേർപാട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേപ്പിച്ച ഒരു വേദനയുണ്ട്. ഇന്നും അത് പറയുമ്പോൾ വിഷമമുണ്ട് ഇല്ലേ? ഒരു ശ്രമം നടത്തി, ഒരുപാട് പണം നൽകി ചികിത്സ നടത്തി ഒന്ന് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ അന്ന് എന്താണ് കാരണം എന്ന് ഗംഗാധരൻ ഡോക്ടറോടൊക്കെ ചോദിക്കുമ്പം അത് നമ്മുടെ ശൈലിയാണ്, നമ്മുടെ ജീവിത ശൈലിയും ഭക്ഷണത്തിനകത്ത് ഉണ്ടായിട്ടുള്ള മാരകമായിട്ടുള്ള ഈ പെസ്റ്റിസൈഡിൻ്റെ ഇടപെടലുകൾ, പ്രിസർവേറ്റീവ്സിൻ്റെ ഇടപെടലുകൾ, അങ്ങനെ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞിട്ടാണ് എൽസ എന്ന് പറയുന്ന ഒരു ആ പേരിൽ തന്നെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഹെവൻലി ഫുഡ് എന്നും ഉണ്ടല്ലേ? മാമയുടെ ആ മനസ്സ് ആത്മാവ് എപ്പോഴും ഇവിടെ ഉണ്ടാകും. ഇത് ഹെവൻ വാലി തന്നെയാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിലൂടെ. ഇപ്പം ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഇപ്പം ചെറിയ ഒരു പിന്നെ പ്രൊഡക്ഷനെ ഇപ്പം നടക്കുന്നുള്ളൂ, വാണിജ്യപരമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആവശ്യമുള്ള ഒരു ഇങ്ങോട്ട് വിളിക്കുക, അവർക്ക് അയച്ചു കൊടുക്കും, അത്രമാത്രം. എന്നിട്ട് ഹാപ്പിയാ. ഓണ്ടർപ്രണർ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്, ചെറിയ മാർജിനെ വെക്കുന്നുള്ളൂ. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതിൽ അദ്ദേഹം ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ബിസിനസ്സിനെ ഇത്ര മൂല്യവർദ്ധിതമായിട്ട് അല്ലെങ്കിൽ ഗൗരവമായിട്ട് നമുക്ക് സഹജീവികൾക്ക് ഒരു തരത്തിലും ഒരു ദോഷം വരാത്ത രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു, അവരെ കൂടെ നിർത്തുന്നു. നമ്മൾ പറയുന്നത് അലിയാർജി അദ്ദേഹത്തിനെ ഇതിന്റെ ചുമതലയും കൂടെ ഏൽപ്പിക്കുക ഇത്തരം കാര്യങ്ങളിൽ. കാരണം മലനാട് TV എന്ന് പറയുന്ന അറിയാലോ, ഇന്ത്യയിലെ ജീവകാരുണ്യ വാർത്താചാനലാണ്. അങ്ങനെ ഒരു ചാനൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് അറിയാത്ത ഒത്തിരി മേഖലകൾ അദ്ദേഹത്തിനുണ്ട് ഈ രംഗത്ത്. ഇപ്പം രജിസ്ട്രേഷൻ്റെ കാര്യത്തിലായാലും ഇപ്പം നമ്മളോട് പറഞ്ഞു 100 ഗ്രാം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 4500 രൂപയോളം അവർ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ അത് നമുക്ക് വിറ്റാൽ ഈ മാർക്കറ്റിൽ പോകത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനേക്കാട്ടി സൂപ്പർ ക്വാളിറ്റിയിൽ ഞാൻ ഇറക്കി. ഈ ലക്കോണും പിന്നെ വേറെ ഒരെണ്ണമുണ്ട് അങ്കമാലിയിൽ, അവരുടെ ഈ 2 പേരെ കേരളത്തിലെ ഓർഗാനിക് അവരോട് ചോദിച്ചപ്പോഴും ഭയങ്കര എമൗണ്ടാണ്. അപ്പം ഞാൻ അവർക്കെല്ലാം ഇതിൻ്റെ സാമ്പിൾ കൊടുത്തു. അവർ ചോദിച്ചു ഇത് എവിടെ എടുക്കുന്നത്, ഞാനത് പറയാൻ പോയില്ല. അത് പറയട്ടെ, എന്തായാലും അത് നമ്മുടെ രഹസ്യമാണ്, നമ്മുടെ എന്താണ് വാണിജ്യ രഹസ്യമാണ്. അവിടെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതൊന്നുമല്ല. പലപ്പോഴും എന്നെ വിഷമിച്ചിട്ടുള്ളൊരു കാര്യം, കർഷകർ ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നവരെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടും. ഇടുക്കിയിലായാലും അന്യ സംസ്ഥാനങ്ങളിലെ പറ്റി മലനാട് TV പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് വിൽക്കാതെ അട്ടിയായിട്ട് ഇപ്പം ഇടുക്കി തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിനു എന്ന് പറയുന്ന ഒരു കർഷകരുണ്ട്. അവൻ്റെ ഓർഗാനിക് കുരുമുളക് കിൻഡൽ കണക്കിന് അട്ടിയായിട്ട് വെച്ചു. അയാൾ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം തന്നപ്പോൾ നല്ല ടേസ്റ്റ്, അയാൾ തന്നെ ഉൽപ്പാദിപ്പിച്ച കുരുമുളകും കാര്യങ്ങളും ഇലയൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ കുരുമുളക് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ജയേഷ് എനിക്ക് തക്കതായിട്ടുള്ള
ആവശ്യമായിട്ടുള്ള വരുമാനം കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എത്ര കിലോയ്ക്ക് കിട്ടണ്ടേ? 400 രൂപയെ കിട്ടുന്നുള്ളൂ 1 കിലോ കുരുമുളകിന് ഉണങ്ങിയതിന്. അതിന് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു 500 കിട്ടിയാൽ മതി എന്ന് പറയുമ്പം തൊട്ടടുത്ത് കട്ടപ്പനയിൽ ഇറങ്ങി ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെറുതെ അടച്ചു വെച്ചേക്കുന്ന കുരുമുളകിന് ചോദിച്ചപ്പോൾ 1000 രൂപയാണ്. അപ്പം മധ്യവർത്തികളാണ് ഇത്തരം കർഷകന്റെ ഈ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കർഷകന് കിട്ടുന്നില്ല, കർഷകന് വില കിട്ടുന്നില്ല, വിപണിയിൽ വില കൂടുതൽ, ഭയങ്കര വില. അപ്പം എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ വില കൂടുതലാണ്. അതെ അതെ അല്ലേ? അപ്പം കർഷകന് എന്നാൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ ഇപ്പോഴും 400 പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ വിഷമിച്ചറിയിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉൽപ്പാദന മേഖലയിൽ നിൽക്കുന്ന കർഷകൻ ഉറവിടത്തിൽ തന്നെ അവൻ ആവശ്യപ്പെടുന്ന പൈസ മീൻസ് അവന് അർഹമായിട്ടുള്ള ഒരു തുക നൽകിക്കൊണ്ട് ആ സാധനം ടേക്ക് ഓവർ ചെയ്യുക. അതിൻ്റെ വലിയ വരുമാനം എടുക്കാതെ, ഭീമമായിട്ടുള്ള ലാഭം എടുക്കാതെ നിങ്ങളെപ്പോലെയുള്ള ഈ കമ്പനി അത് ഏൽപ്പിച്ചാൽ നിങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തരും, ഇല്ലേ? തീർച്ചയായും. അത് നമുക്ക് MRP റേറ്റിനേക്കാളും കുറഞ്ഞ വിലയിൽ നിത്യജീവിതത്തിൽ കിട്ടുന്ന ഒരു മസാലപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇപ്പോൾ അച്ചാൻ്റെ കുറേ റെസിപ്പീസൊക്കെ ചേർന്നിട്ടുള്ള ചിക്കൻ മസാലകളുണ്ട്. അപ്പോൾ അത്തരം മസാലകളൊക്കെ ആയിട്ട് വരുമ്പം അത് ജനങ്ങളത് ഏറ്റെടുക്കുന്നതാണ്. എല്ലാം മൾട്ടിപർപ്പസുമാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതെ, കായപ്പൊടി തന്നെ തുറന്നപ്പോൾ എന്തോ ഒരു കായത്തിലെ മായം ഞാനാ കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിനെ പറ്റി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായി 200 കോടിയുടെ കൺസപ്ഷനാണ് കേരളത്തിലുള്ളത്. അതിൽ 90% അന്യ സംസ്ഥാനത്തിൻ്റെ വരുന്നത്. അതിൻ്റെ അകത്ത് സിൻഡസ്ട്രിക് ഓയിൽ കയറ്റിയാണ് വരുന്നത്. അത് ക്യാൻസർ വരുന്നതാണ്. അതാണ് ഞാൻ കായത്തിനകത്ത് ഓയിലുണ്ടോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കായത്തിനകത്ത് ഓയിലുണ്ട്. അത് ആ ഓയിൽ മൂല്യവർദ്ധമായ ഉൽപ്പന്നമാണ്, അല്ലേ? അതെ. 50,000 മുതൽ 1,00,000 വരെ സീസൺ അനുസരിച്ച് 1 ലിറ്ററിന് വിലയുണ്ട്. കായത്തിൽ നിന്ന് വരുന്ന ഓയിൽ അത് മെഡിസിനും പെർഫ്യൂമിനും ആവുന്നത്. ആ സാധനം എടുത്തിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഓയിൽ ചേർത്തിട്ടുള്ള കായമാണ് ഹതഭാഗ്യരായിട്ടുള്ള കേരളീയർ കഴിക്കുന്നത്. ക്യാൻസറിന് കാരണക്കാരനാവും. അതെ ഉണ്ട്. എൻ്റെ ഗവൺമെൻറ്റിൻ്റെ ലാബിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇത് ഗവൺമെൻറ്റാണ് നമ്മുടെ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവരെല്ലാം, ഞാൻ 15 വർഷം കൊണ്ട് റിസർച്ച് ചെയ്ത ഇതാണ്. ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ അകത്ത് മുഴുവൻ കെമിക്കലാണ്. ഞാൻ കെമിക്കൽ ഇല്ലാത്ത കുറുക്ക് കൊടുക്കുന്നത് കുറേ ഉണ്ടാക്കി അത് മുഴുവൻ തീർന്നു കഴിഞ്ഞു, പിന്നെയും ചോദിക്കുക. അപ്പം നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് മാത്രമേ ഇത് ഉണ്ടാക്കൂ. എപ്പോഴും 1 ടൺ നിർമ്മിക്കാനുള്ള പ്രോഡക്റ്റ് എൻ്റെ ഈ കാണും. അത് തീരുമ്പോൾ അടുത്തത് എടുക്കും. ഇപ്പം റെസ്റ്റോറൻറ്റുകൾ എടുക്കാൻ തുടങ്ങി. നല്ല 3 സ്റ്റാർ ഫെസിലിറ്റീസുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്, അവർക്ക് ഭയങ്കര ആൾക്കൂട്ടമാണെന്ന് പറഞ്ഞപ്പോഴേ. അങ്ങനെ നല്ലത് കൊടുക്കുക, അടുത്ത ജനറേഷനെ നമ്മൾ വിഷമുക്തമാക്കി വിടുക. അല്ല, ഇവിടെ ഇപ്പം ആൾക്കാർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എൽസ ഉപയോഗിക്കുന്നത് അമേരിക്കയിലും മറ്റ് വിദേശ ഇത് യൂറോപ്പിലാണ് കൂടുതൽ. അതല്ലേ അവാർഡ് കിട്ടും. അതെ, ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് നേരിട്ട് അഭിനന്ദന കത്ത് തന്നിട്ടുള്ളത്. 500 ബെഡുള്ള അബുദാബിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റിന്റെ ചീഫാണ് എനിക്ക് ലെറ്റർ തന്നേക്കുന്നത്. അത് ഈ പ്രോഡക്റ്റ് വേണം എല്ലാവരും കഴിക്കാൻ. ഞങ്ങളുടെ കുടുംബവും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മോൾ അമേരിക്കയിൽ ഇതാ കഴിക്കുന്നത് വർഷങ്ങളോളം. അതുപോലെ ഒരുപാട് ഫാമിലി ഉണ്ട് എനിക്ക്. ഒരു 10,000 ഫാമിലിക്കാർ ഇത് തീരുമ്പം ആണ്ടി 2 പ്രാവശ്യം വാങ്ങിക്കും. 1 പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. 100 ഗ്രാം വെച്ച് 10 ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്കുണ്ട്. ഇതിനകത്ത് ഒന്നും ചേരത്തില്ല. ഇൻസ്റ്റൻറ്റ് കുക്കിങ്ങാണ്. പ്രോഡക്റ്റ്, അക്സസറീസ്, ഈ പൗഡർ, ഇത് മാത്രം ഇട്ടാൽ മതി. അതിൻ്റെ അകത്ത് ഒന്നും ആഡ് ചെയ്യരുത്. ഈവൻ കായം വരെ സാമ്പാർ ഞാൻ ആഡ് ചെയ്താൽ വിടുന്നത് എല്ലാ ഐറ്റത്തിലും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് അച്ഛൻ ഏജായി, അച്ഛൻ ഈ ടെക്നോളജി ജനങ്ങളിൽ നിന്ന് മാറ്റി വെക്കില്ല, അടുത്ത ജനറേഷനെ കൈമാറണം. ഞാനത് എൻ്റെ ബ്രാൻഡ് വാല്യൂ കിട്ടിയാൽ ഞാൻ ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുത്ത് ഞാൻ അത് കൈമാറുന്നതായിരിക്കും. അത് നടത്താൻ കഴിവുണ്ടോ ഇല്ലയോ എന്ന് ഗവൺമെൻറ് ഇൻ്റർവ്യൂ എടുക്കും. അല്ല ചുമ്മാ നിങ്ങൾക്ക് തരത്തില്ല. അവരുടെ ഡയറക്ടർ ഇന്നും വിളിച്ചെന്നെ. അപ്പോൾ ഞാൻ വേറെ ഈ ഗവൺമെൻറ് ലാബിൽ നിന്നും ഒരുപാട് റിപ്പോർട്ടുകൾ വരാറുണ്ട്. എല്ലാം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. എല്ലാം ചെടിക്കും. തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ നമ്മൾ എല്ലാം? അതായത് ഏറ്റവും കൂടുതൽ മല്ലിക്കകത്ത് മായം വരുന്ന കഴുതച്ചാണകം പൊടിച്ചത്, ഉണക്കച്ചാണകം. പിന്നെ നമ്മുടെ മുളക് പൊടിക്കകത്ത് അല്ല, മല്ലിക്കകത്ത് അറക്കപ്പൊടിയുണ്ട്. മുളകിൻ്റെ അകത്ത് സുഡാൻ കളറ് ഈ പൊട്ടുമുളക് വാങ്ങിക്കും, ചോടാന്ന് പറയും. അത് പൊടിച്ചിട്ട് അതിനകത്ത് കളർ ചേർത്ത് വരും. മഞ്ഞപ്പൊടി അല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കിട്ടുക, മഞ്ഞപ്പൊടിയാണ് യഥാർത്ഥത്തിൽ കിട്ടുക. മഞ്ഞൾപ്പൊടി അല്ല. കളർ ചേർത്ത് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു തവിട്ട് കളർന്ന ഒരു മഞ്ഞ കളറാണ് അല്ലേ? ഇരുണ്ട കളറാണ്. ശരിക്കും മഞ്ഞ കളറല്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കഴിക്കുന്നത് മഞ്ഞപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി അല്ല. അത് തന്നെ. അപ്പോഴേ
എന്തുവാ അറിയാവുന്നവരിത് വാങ്ങിക്കും, അറിവില്ലാത്തവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അല്ല, ഞാൻ വേറൊരു വളരെ സങ്കടത്തോടുകൂടി ഒരു കാര്യം പറയാം. ഇന്ത്യയിൽ ഇന്ന് ക്യാൻസർ ക്യാപിറ്റലായി മാറിയിരിക്കുന്നത് കേരളമാണ്. അതെ, ഇന്ന് 10,000 പേരെടുത്താൽ അതിൽ 135 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് 2 വർഷമായി. ഇപ്പോഴത്തെ കണക്കും അറിയത്തില്ല. അതെ അതെ. അപ്പോൾ 2 വർഷത്തിന് മുമ്പ് 10,000 പേരിൽ 135 ഹതഭാഗ്യരുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ മൾട്ടിപ്പിൾ മറ്റുള്ള അത് വേറെ മറ്റുള്ള പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാകും. അതിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഇത്ര പേര്, അതുപോലെ പലതരത്തിലുള്ള റേഷ്യോ നമ്മളുടെ കയ്യിൽ തന്നെ കണക്കുകൾ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് മലനാട് TV ഇതിനെക്കുറിച്ച് പഠനയാത്രകൾ നടത്തി. കേരളത്തിന് കുറുകെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞങ്ങൾ കോളേജുകളിലൂടെ അടുത്ത തലമുറ ക്യാമ്പസിലുള്ള കുഞ്ഞുങ്ങളാണ്. അവരോട് ചോദിച്ചോ നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്രത്തോളം മോശമാണെന്ന് നിങ്ങൾ തന്നെ പറയുക. അതിൽ ഇടുക്കിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള പഠന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. ഇടുക്കി സെൻറ്റ് ഫ്രാൻസിസ് കോളേജ് കട്ടപ്പനയിലുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻസ് കോളേജിലെ കുട്ടികൾ ഞങ്ങൾക്ക് നൽകിയ ഇടുക്കിയെ മിടുക്കിയാക്കാൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1250ഓളം തല വലുതായ ജനറ്റിക് ഡിസോർഡറുള്ള കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. ഈസ് ഈക്വൽ ടു എൻഡോസൾഫാൻ വിക്ടിംസ്. കറക്റ്റ്. എൻഡോസൾഫാൻ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. നമുക്ക് പറ്റി. ഇവിടെ 50 കിലോമീറ്റർ, എറണാകുളത്ത് 50 കിലോമീറ്ററിന് അടുത്ത് തന്നെ ഇടുക്കിയിൽ രാജകുമാരിയിൽ ഏകദേശം എൻഡോസൾഫാൻ്റെ പോലെ തന്നെയുള്ള അതിന് കാരണമുണ്ട്. ഏലക്കായൊക്കെ അടിക്കുന്ന എൻഡോസൾഫാൻ പോലുള്ള. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിട്ട് എൻഡോസൾഫാൻ തണ്ടുചെയ്യലിൽ നിന്നും ഒരു മരുന്നായിട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പന, പാലാ പ്രദേശങ്ങളിൽ ഒരുപാട് ഈ കർഷകരുണ്ട്, നമ്മുടെ പൈനാപ്പിൾ കൃഷിക്കാർ. അവരുടെ ഇടവേള വരുന്നത് പൈനാപ്പിളിൻ്റെ നാരുകളിലുള്ള മുള്ളു കൊള്ളുന്നും പറഞ്ഞ് കൈകൊണ്ട് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്പ്രേ ചെയ്താണ് കരിക്കുന്നത്. അത് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പെസ്റ്റിസൈഡാണ് അടിക്കുന്നത്. ഇത് പ്രകൃതിയെ തന്നെ, കല്ല് തന്നെ അവിടെ കരിഞ്ഞിരിക്കുന്നത് കാണാം. അത്രത്തോളം മാരകമായിട്ടുള്ള കളനാശിനി എന്ന് പറഞ്ഞ് വരുന്നത് ക്യാൻസറിന് ഹേതുമായിട്ടുള്ള വിത്തുകളാണ്. ഇത് വെള്ളത്തിൽ കലർന്ന് മഴ പെയ്യുമ്പോൾ അടുത്ത കിണർ ജലസ്രോതസ്സുകളിൽ വരുന്നു. കടത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നവർ ഇങ്ങനെ ക്യാൻസർ. ഇപ്പം പാലായിൽ നിന്ന് തന്നെ ഒരു വീട്ടമ്മ എന്നെ നാഗ്പൂരിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്, UP നിന്ന് വിളിച്ചിരിക്കുകയാണ്. ഞാൻ ക്യാൻസറാണ്, എൻ്റെ വീട്ടിൽ 19 പേർക്ക് ക്യാൻസർ, അതുകൊണ്ട് എനിക്ക് ക്യാൻസറാണ്, ഞാൻ ഒടുങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിർത്തണ്ടേ? തീർച്ചയായിട്ടും കാര്യങ്ങൾ കേരളത്തിൽ നിന്നും പോരാട്ടമാണ് ഞാൻ 30 വർഷം കൊണ്ട് നടത്തുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് മലയാളികൾക്ക് തന്നെയല്ല, ഇന്ത്യക്കാരും നമ്മുടെ സാധനം കഴിക്കുന്നുണ്ട്. ചിക്കന്, മീറ്റ്, ഫിഷ് ബംഗാളികൾ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. കാര്യം ഇതിൻ്റെ കൂടെ ഒരു പൗഡറും ചേർക്കണ്ട, ഇത് മാത്രമേ ഉള്ളത്. ഇന്നത്തെ ഫുഡ് തന്നെ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കി തന്നു. അത് നമുക്ക് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. സുമേഷ്, നമ്മൾ പലപ്പോഴും പല ഹോട്ടലുകളിൽ നിന്നൊക്കെ ആഹാരം കഴിക്കാറുണ്ട്. സന്തോഷ്, നമുക്ക് പല ഹോട്ടലുകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബിരിയാണിയൊക്കെ കഴിക്കാറുണ്ട്. ഇന്നിപ്പം നമ്മൾ വരുമ്പം തന്നെ ചായം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓർഗാനിക് ഫുഡ് കൊണ്ടുണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ട്? അതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ്, അടിപൊളിയായിരുന്നു, ഗംഭീരമായിട്ടുള്ള റെസിപ്പി. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഘ്രാണത കുറഞ്ഞ അല്ലേ, അങ്ങനെ തന്നെ പറയാം, ഭയങ്കരമായിട്ട് നോവും നീറ്റലും ഒന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കുന്നത്. മറ്റേ കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കവിളിൽ അവിടെ വേദനിക്കുന്ന ഇവിടെ നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള എഫക്റ്റുകൾ ചെല്ലുന്നത്. ഈ പറഞ്ഞ പെസ്റ്റിസൈഡ്സിൻ്റെയും ഈ പ്രിസർവേറ്റീവ്സിൻ്റെയും കളറുകളുടെയും ഒക്കെ ആ എഫക്റ്റുകൾ നമുക്ക് വായിലോട്ട് ചെല്ലുമ്പം നമ്മുടെ വായിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസാണ്, അവിടെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ എന്തെങ്ങനെയുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള. അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മലനാട് TV-യുടെ ഒരു നമ്മളുടെ ഒരു വലിയ ഒരു എഫോർട്ടാണ് M-Shopee എന്ന് പറയുന്നത്. M-Shopee എന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ എന്തായാലും ഇപ്പം സുമേഷ് മണിമലയാണ്, അലിയാർജി അങ്ങാടി റാന്നി അങ്ങാടിയാണ്, സന്തോഷി മണിമലയാണ്, അതുപോലെ അലിയാർജി റാന്നി അങ്ങാടിയാണ്. ഇദ്ദേഹം തന്നെ നേരിട്ട്, ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ പോലീസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാനുമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. ഇന്ന് റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം പൂർണ്ണമായിട്ടും മലനാട് TV-യുടെ സഹയാത്രികനായി. ഇന്ന് ഇദ്ദേഹം കേരളത്തിലെ 1034 ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ ശ്രീ ജയകുമാർ സാറാണ് ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. വളരെ വേഗത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് മലയാറ്റൂർ, അതുപോലെ തന്നെ പാലക്കാടൊക്കെ 300-400 പേര് ഒരു ദിവസം ജോയിൻ ചെയ്തു. 1000 പേരാകുമ്പോൾ ആ നാട്ടിലേക്ക് നമ്മൾ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് അവരെ ഉദ്ബോധിപ്പിച്ച് അവരെ കൊണ്ട് ഇത്തരം പ്രോഡക്റ്റുകളുള്ള M-Shopee എന്ന് പറയുന്ന ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഇതേപോലുള്ള മാനുഫാക്ചറിൽ നിന്നും യാതൊരു തരത്തിലുള്ള മായം കലരാത്ത ഉൽപ്പന്നങ്ങൾ, അതിനകത്ത് ക്യാഷ് ബാക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു തരും, അതിന് വേറെ പ്രോഡക്റ്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ചെയ്യുന്നുണ്ട്. മണി ബാക്ക് ഗ്യാരണ്ടി ഫോർ ഫാമിലീസ് തീർച്ചയായിട്ടും ഉണ്ടാകും. മാനുഫാക്ചറിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് റീപ്ലേസ്മെൻ്റ് ഉണ്ട്.
പിന്നെ വെറുതെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് സർട്ടിഫിക്കറ്റ് കണ്ടീഷൻ സപ്ലൈ ഉണ്ട്. അത് 100%. അത് നിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അതിനനുസരിച്ചുണ്ട്. പക്ഷേ ഞാൻ കൊടുത്ത ഇന്ന് 30ാമത്തെ വർഷം 31st ആകുകയാണ്. സെലിബ്രേഷൻ ഉണ്ട്, 3-4 മന്ത്രിമാർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ലൈവ് ചെയ്തിരിക്കും മലനാട് TV. അത് തിരുവനന്തപുരത്ത് വെച്ചോ എവിടെ വെച്ചാൽ പറയുന്നത് നോക്കത്തില്ല. ഞാൻ ദർശന ടിവിയുടെ മാർക്കറ്റിംഗ് മാനേജർ കൂടെ. എത്ര മന്ത്രിമാർ വേണേലും വരാൻ തയ്യാറായി. ഞാൻ ഇവരെ എല്ലാം അറിയുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ 15 കൊല്ലം താമസിച്ചപ്പം അന്നത്തെ പിള്ളേർ ഇന്നത്തെ മന്ത്രിമാർ അവരെല്ലാം വഴി വെച്ച് കാണുമ്പോൾ അച്ഛാ പഴയ ബിസിനസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയാം അതില്ലാതെ ഞാനെങ്ങനെ ജീവിക്കും, നിങ്ങൾക്ക് അന്ന് എങ്ങനെ ജീവിക്കാമല്ലോ, മനുഷ്യൻ്റെ കിട്ടും. അപ്പോഴേ ഈ പ്രോഡക്റ്റ് ലോകം മുഴുവൻ വാണ്ടഡ് ആണ്. ഇപ്പം ഞാൻ കൂടുതൽ അയക്കുന്ന യു കെ ആണ് യൂറോപ്പിൻ്റെ ഹമ്പ്. ഇപ്പം ജർമ്മനിക്ക് പോകുന്നുണ്ട്, കാനഡയുണ്ട്, യൂറോപ്പുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, പലയിടത്തുണ്ട്. പിന്നെ ഒത്തിരി റീപാക്കിങ്ങുകാരും എടുക്കുന്നുണ്ട്. പിന്നെ ഉൾപ്പെടെ റീപാക്കിങ് അവരുടെ ബൈക്ക് നമ്മൾ ലൂസായിട്ട് കൊടുക്കും. പക്ഷെ അത് നാളെ നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തുകയും ചെയ്യും. അപ്പം അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സാധനമല്ല ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. രണ്ട് മക്കളുണ്ട്. മോൾ അമേരിക്കയിൽ ഫാർമസിസ്റ്റാണ്, മോൻ ദുബായിലെ അക്കൗണ്ടൻ്റാണ്, CA കാരനാണ് അവിടെ. അപ്പം എന്തായാലും നമുക്ക് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. മാനുഫാക്ചറിങ് ഏത് പ്രോഡക്റ്റ് വേണോ കെമിക്കൽ ഇല്ലാതെ അത് ഞാൻ മാനുഫാക്ചർ ചെയ്ത് തരാം. എല്ലാത്തിൻ്റെയും ടെക്നോളജി ഉണ്ട്. എന്നെ പിടിച്ചോണ്ട് പോയാലും കിട്ടത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ആ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാനൊക്കെ ഇവിടെ ഇരിക്കാമോ? തീർച്ചയായിട്ടും ഇരിക്കാം. നമ്മുടെ പ്രോഡക്റ്റുകളെന്ന് പ്രോഡക്റ്റുകളെന്ന് പരിചയം. അതിനടുത്തോ മോനെ ആ പ്രോഡക്റ്റ് അതിനടുത്തോ ഇതാണ് നമ്മുടെ ബിരിയാണി മസാല. ഏത് സൈസ് ബിരിയാണിക്കും കൊള്ളാം. ഇതിൻ്റെ കൂടെ വേറെ ഒരു സാധനവും ആഡ് ചെയ്യണ്ട. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗാർണിഷ് ചെയ്താൽ മാത്രം മതി. മനസ്സിലായല്ലോ? അപ്പോൾ അതങ്ങ് വെക്കാമല്ലോ. ഇനി അടുത്തത് ഇത് ഫിഷ് മസാല. ഇത് വെച്ച് ഫിഷ് ഉണ്ടാക്കിയാൽ കല്യാണത്തിന് വേവിക്കുന്ന പോലെ ഇരിക്കും. ഏത് സൈസ് ഫിഷും ഫ്രൈ ആയാലും കറി ആയാലും എന്തായാലും ഈ മസാല മതി. ഇതെല്ലാം 4 കിലോയ്ക്ക് വീതമുണ്ട്. 1 കിലോ അല്ല, 4 കിലോ 100 ഗ്രാം. ഇത് ഓർഗാനിക് ഈക്കൽ മസാലകളാണ്. ഇവിടെ വെച്ചോ, അടുത്തെടുത്തോ. ഇത് രണ്ടും മാറ്റി. സാമ്പാർ ഇതിൻ്റെ അകത്ത് ഇടുന്ന കായമെന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട. 4 ലിറ്റർ വെള്ളം വെക്കുന്ന പൊടികൾ വെക്കാം. ഒരു 4 പ്രാവശ്യമെങ്കിലും കറി വെക്കാം. ഇത് ഈ ഒരു പാക്കറ്റ് 4 ലിറ്ററിൻ്റെ ഉണ്ടോ? അത് ശരി. ഇതിൻ്റെ അകത്ത് കായം വരെ ചേർത്തിട്ടുണ്ട്. നിങ്ങളൊന്നും ഇടണ്ട. അസസറീസ് എന്ന് പറഞ്ഞാൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഉപ്പ്, ഇതാണ് പറയുന്നത്. ഈ പൗഡറും മാത്രം ഉപയോഗിച്ചാൽ മതി. കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം ഫീഡ്ബാക്കായിട്ട് ഞങ്ങൾക്ക് തരണം. ഓക്കെ. രസം ഇന്ന് കേരളത്തിൽ ഇറങ്ങിയതിലേക്ക് ലോകത്തിലേക്ക് ഏറ്റവും നല്ല രസമാണ്. ഈ പട്ടന്മാർ പറയും, പട്ടന്മാർ ഒരുപാട് വാങ്ങിക്കും. ഇത് ഇവിടെ അടുത്തുള്ള നമ്പൂതിരിമാർ വാങ്ങിക്കുന്നുണ്ട്. 1 കിലോ വെച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതിലും ഭയങ്കര ഇതാണ് നമുക്ക് കാണുന്നത്. ഫീഡ്ബാക്കാണ്. മൾട്ടിപർപ്പസ് ചിക്കൻ മസാല. ഇത് മൾട്ടിപർപ്പസ് ചിക്കൻ മസാല. ചിക്കന്, മട്ടന്, ഡക്ക്, പിന്നെ റാബിറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസ് വെക്കാൻ ഏറ്റവും നല്ലതാണ്. കൂടാതെ ഇത് ബിരിയാണിക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഗുണം. ഇതാണ് മീറ്റ് മസാല. 4 കിലോ വരെ വെക്കാം. മീറ്റ് മസാല എന്ന് പറഞ്ഞാൽ വെറും മീറ്റ് അല്ല, ഏത് സൈസ് മീറ്റും വെക്കാം. അതിൻ്റെ കൂടെ മുട്ടക്കറി വെക്കാം, കടലക്കറി വെക്കാം, ആലു ഗോബി വെക്കാം, ഗോബി മഞ്ചൂരിയൻ വെക്കാം. ഇങ്ങനെ കറി മസാലകളെല്ലാം, ചക്കക്കറി എന്ന് പറയുന്നത് ചീമച്ചക്ക, ആ കറി വെക്കാം. ഇതിൻ്റെ കൂടെ ഒന്നും ചേർക്കരുത്. ഈ പൊടി മാത്രം, അക്സസറീസും പ്രോഡക്റ്റും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. ശരിക്കും ഈ ഉറവിടത്തിൽ നമുക്ക് ഇതിനകത്തുള്ള മായങ്ങൾ മാറ്റാൻ പറ്റുമോ? പറ്റും. അതിനുള്ള കെമിക്കൽ എൻ്റെ ഉണ്ട്. ഇത് കാശ്മീരി ചില്ലി. ഇത് 2 സ്ഥലത്തുനിന്ന് വരും. കാശ്മീരി മുളക് ഉണ്ട്, ഞാനത് കണ്ടുപിടിച്ചു. ഇല്ല, അവിടെ അല്ല. കാശ്മീരിയിൽ നിന്നും വരാം, ബേഡഗി കർണാടക അവിടെ നിന്നും വരും. അതിൻ്റെ സൂപ്പർ ക്വാളിറ്റിയാണിത്. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് ടെസ്റ്റ് ചെയ്തതാണ് 70+. പെസ്റ്റിസൈഡ് ഇല്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കും.
ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കും. ഓ വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഇതിലാണ് ഇപ്പോൾ പലപ്പോഴും മലനാട് ജീവി ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നു വരുമ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ ജൈവപരമായിട്ടുള്ള ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിലും ഉറവിട മാലിന്യം നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ അച്ഛന് സൂചിപ്പിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ 90% പിന്നെ ഏറ്റവും മികച്ചതെന്ന് പിന്നെ അപ്രിഷിയേറ്റ് ചെയ്തു. വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് ഇത് 90+ ആണ് അവർ പറഞ്ഞത്. 4500 രൂപ ഇതിലൊരെണ്ണം ടെസ്റ്റ് ചെയ്തതാണ്. അവരെ പൈസ വാങ്ങിക്കാതെ എന്നോട് വെർബലായിട്ട് പറഞ്ഞു, അച്ഛാ ഇത് 90%+ അച്ഛന് ആവശ്യമുള്ളപ്പം വേറെ ടെസ്റ്റ് ചെയ്യുകയോ പഴയ അവിടെ കിടപ്പുണ്ട് സർട്ടിഫിക്കറ്റ് തരാം, പൈസ അടയ്ക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ ഇല്ല, ഉള്ളപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതാണ് ഗരം മസാല. ഗരം മസാല ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നും 90%-ലേറെ ഡോക്ടർ തോമസ് വർഗീസ്. അതെ, ഡോക്ടർ തോമസ് വർഗീസ് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 90%-ലേറെ പെസ്റ്റിസൈഡ് ഫ്രീ ആണ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. അത് തന്നെയല്ല ഏറ്റവും നല്ല ക്വാളിറ്റി. ഇന്ന് പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലുമുള്ള ഡോക്ടർമാരടക്കം ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ്റെ ആൾക്കാരാണ് ഈ ഡോക്ടേഴ്സ്. ഇത് ഇന്റർനാഷണൽ മെഡിക്കൽ അബുദാബി 500 ബെഡുള്ള ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ തോമസ് എബ്രഹാമാണ് ഈ ലെറ്റർ തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ല. മാസം തോറും ഒരു 10,000-15,000 രൂപയുടെ സാധനം മേടിക്കും. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോകുന്നവരുണ്ട്. വരുമ്പം പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൊളീജിയസ് ആയിട്ടുള്ള ഡോക്ടർമാരും പിന്നെ മോള് അമേരിക്കയിൽ, ഇപ്പോൾ അമേരിക്കയിൽ പോയിരിക്കുക, ഒരു 20,000 രൂപയുടെ സാധനം മേടിച്ചുകൊണ്ടാണ് പുള്ളി പോയിരിക്കുന്നത്. അപ്പം വർഷങ്ങളോളം അവർ ഇതാ ഉപയോഗിക്കുന്നത്. ഇതെല്ലാവരും കഴിക്കണം എന്നാണ് ഇൻ്റർനാഷണൽ IMA എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്നതല്ല. നിങ്ങളല്ലേ ഒരു പാക്കറ്റെങ്കിലും നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് തരാം. അപ്പം അലിയാർജി, എന്തായാലും ഇന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും പിന്നെ ഒരു ദീർഘവീക്ഷണ പരിധിയുള്ള ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ സംവിധാനങ്ങളൊക്കെ കണ്ടപ്പം എൽസ കിച്ചൺ പൗഡർ ഇവിടെ നിന്നാൽ പോരാ. കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഓരോ പഞ്ചായത്തിലെയും വീടുകളിൽ അതെ, അതിന് മലനാട് ടിവിയുടെ ഈ ഒരു ചെയിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറം എന്ന് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിനിധികളാണ് ഇവർ രണ്ടുപേരും. അപ്പം സന്തോഷ് മണിമലയും അതുപോലെ അലിയാർജിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകും. ഞാനും കൂടെ ഉണ്ട്. എന്തായാലും മലനാട് ടിവി എൽസ ടേക്ക് ഓവർ ചെയ്യുകയാണ്. കാരണം അച്ചായന് ഈ പറയുന്ന പോലെ ഇതിൻ്റെ കൂടുതൽ പിന്നെ എന്താണ് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം. സ്വന്തം സഹധർമ്മിണിയുടെ വേർപാടിൽ മനസ്സ് വേദനിച്ച ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചറിവ് ലോകത്തിനെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് ഭക്ഷണത്തിലുണ്ടാക്കുന്ന പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ മായത്തിലൂടെയാണ് കൂടുതലും ജനങ്ങളുടെ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസിനെയൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ അത് തടയിടാൻ ഏക മാർഗം എന്ന് പറഞ്ഞത് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എൻ്റെ അഭിപ്രായത്തിൽ 1% ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു അസുഖമില്ല. പക്ഷെ ഉള്ളവരുടെ മാറത്തുമില്ല. ഉള്ളവരുടെ മാറാൻ എങ്ങനെ മാറാൻ പറ്റും? നമുക്ക് അതിന് വേറെ മാർഗങ്ങളുണ്ട്. അതായത് എന്തായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അച്ചായൻ്റെ തലമുറക്കാരാണ്, ഞങ്ങളിത് പിന്നാലെ വരികയാണ്. എന്താണ് ഇതിൻ്റെ റെസിപ്പി, എന്താണ് ഇതിനകത്തുള്ള ഗുഡ് വില്ല്, എങ്ങനെയാണ് ഇപ്പോൾ ഉറവിടങ്ങളിൽ മായങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ മൈസൂർ കാശ്മീരിൽ നിന്നൊക്കെ വരുന്ന കർണാടകയിൽ നിന്നൊക്കെ വരുന്ന മുളകിനകത്ത് അവർ മായച്ചേർക്കും. അതെങ്ങനെ നമുക്ക് ഉൽപ്പന്നങ്ങളിൽ നമ്മുടെ റീപ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് മാറ്റം വരുത്താൻ അതെ. എന്തായാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ പെസ്റ്റിസൈഡ് ഫ്രീ ഒരു ഇന്ത്യ ഉണ്ടാകണം, ക്യാൻസർ ഫ്രീ ഒരു കേരളം ഉണ്ടാകണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ക്യാൻസർ ഫ്രീ ഒരു വേൾഡും ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെല്ലാം ലോകം മുഴുവനായി. ഇന്ന് അവർക്ക് ഇത് ഞാൻ മാസം ഒരു നല്ല ഒരു എമൗണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ചോണ്ടേ പോകുന്നുണ്ട്. സിംഗപ്പൂര് വരെ ഓപ്പൺ ചെയ്യാനാ പറയുന്നത്. നമ്മുടെ വരുമാനത്തിന്റെ ഒരു അംശം ജീവകാരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു പറയുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നു. വളരെയധികം സന്തോഷം. അത് മാത്രമല്ല, എനിക്ക് ആദ്യമേ ഞാൻ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ഈ ബോർഡിൽ എൽസ ഓർഗാനിക് റേഞ്ച് എൽസ ഓർഗാനിക് റേഞ്ച് പിന്നെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഓർഗാനിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പം അതിനകത്ത് വില്ലനായി നിൽക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഈ പോളിസി മാറ്റണം. ഒരാൾ ഓർഗാനിക്കായിട്ടൊരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ 5 പൈസ മേടിക്കാതെ സംസ്ഥാന സർക്കാർ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കണം. അത് ഞാൻ സപ്പോർട്ട് ചെയ്യണം. വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ ടെസ്റ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. അതായത് 5 പൈസ നിങ്ങളുടെ മേടിക്കാൻ പാടില്ല. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അത് ഓർഗാനിക് ആകുമ്പോൾ നമ്മൾക്ക് കൊടുക്കാം. ഈ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ 50 രൂപയ്ക്ക് 45 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മേടിക്കരുത്. സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഈ ഞങ്ങൾക്ക് നല്ല ആഹാരം തരാൻ നിൽക്കുന്ന ഇത്തരം ഓണ്ടർപ്രണർമാർ
ഡോക്ടർമാരെ ആത്മഹത്യക്ക് തുല്യമായ വഴികളിലൂടെ തിരിച്ചുവിടുന്നുണ്ട് പല വഴിക്കും. അച്ഛനെ സംബന്ധിച്ചിട്ട് വലിയ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുക. വാണിജ്യപരമായിട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഓർഗാനിക് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്തൂടെ? തീർച്ചയായിട്ടും. അപ്പം ആ രംഗത്തേക്ക് വരുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഇവർക്ക് തന്നെ ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതിന് 100 ഗ്രാമിന് 4500 അടയ്ക്കുമ്പം ഈ മുളക് പൊടി 100 ഗ്രാമിന് 400 രൂപയ്ക്ക് ഓർഗാനിക് പ്രോഡക്റ്റ് വിൽക്കേണ്ടി വരും. അവിടെയാണ് മലനാട് ജീവി പറയുന്നത്, നിങ്ങൾ ഇന്ന് മേടിക്കുന്ന ഏത് മാലിന്യമായാലും നിങ്ങൾ മേടിക്കുന്നതിനകത്ത് വിഷമുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പല ലാബുകളിൽ നിന്നും, സംസ്ഥാന സർക്കാരിൻ്റെയും തമിഴ്നാടിൻ്റെയും ലാബുകളിൽ നിന്നും നിങ്ങൾക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. ഏതൊക്കെ വെളിച്ചെണ്ണയിൽ മായമുണ്ട്, ഏതൊക്കെ മല്ലിപ്പൊടിയിൽ മായമുണ്ട്, ഏതൊക്കെ മുളകുപൊടി മായമുണ്ട് അല്ലേ? മസാലകളെല്ലാം ഈ മായമായി ചേരുന്നത്. മസാലയ്ക്കകത്ത്, സാമ്പാറിൻ്റെ അകത്ത് മാങ്ങ പരിപ്പ കയറ്റിയിടുന്ന കൊഴുപ്പിന് വേണ്ടി, അതറിയാമോ? അതുവരെ ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ ഒരു വലിയ ബോധപൂർവ്വമുള്ള നരഹത്യയിലേക്ക് നയിച്ചുകൊണ്ട് എന്തിനാ ഇവന്മാർ ഈ പൈസ ഉണ്ടാക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ അവർക്ക് കാശ് വേണം, നീ നശിച്ചാലും അവർക്ക് പ്രശ്നമല്ല. അതെ, അതിന് മലനാട് ഞാനില്ല, അതാണ് പറഞ്ഞത്, ഞങ്ങളുമില്ല. അതിന് മലനാട് ജീവി സമ്മതിക്കത്തില്ല. ഇന്നു മുതൽ അതിന് പ്രകൃതി എന്നുള്ള നിലവാണ്. ഇന്നല്ല 30 വർഷത്തോണ്ട് ഞാൻ ഒറ്റയാൻ പോരാട്ടെ. ഇനി നിങ്ങൾ ഏറ്റെടുക്കുക. ആയിരം പേരുണ്ട്, 1034 പേര് നമുക്കുണ്ട് ഇതേപോലെ ചുണക്കുട്ടികൾ. അവര് വിചാരിച്ചാൽ അവരുടെ വീട്ടിൽ അവരുടെ താഴെ 1000 പേര് വെച്ച് 10 ലക്ഷം ജനങ്ങൾ കണ്ടോണ്ട് നിൽക്കുക. ഇപ്പൊ MD, ഇപ്പം ഒരു ഡോക്ടർ MD എടുക്കുന്നു, അവൻ കോടികൾ കൊടുത്ത MD എടുക്കുന്നു, അവന് രോഗി വേണം. ഈ ഇതിനവര് ഇത് ചെയ്യത്തില്ല, കാര്യം ചെയ്താൽ അവന് രോഗി കിട്ടത്തില്ല. അപ്പൊ അത് നമ്മൾ നോക്കണ്ട, നമ്മുടെ ജനം തീരുമാനിക്കണം. ഒരു രോഗി ആശുപത്രി കയറി 50,000 കുറഞ്ഞ് ഇറങ്ങാനൊക്കെ അസുഖം ഇല്ലെങ്കിലോ ഒന്നും കൊടുക്കണ്ട. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മുളച്ചു വരുന്നു, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ മുളച്ചു വരുന്നു. ജനങ്ങൾക്ക് ആയുർദൈർഘ്യം കുറയുന്നു. ഇതാണ് 60 വയസ്സ് വരെ ഉള്ളവർക്ക് ഗവൺമെന്റ് ഇത് കൊടുക്കത്തുള്ളൂ. പക്ഷേ അവരും മരിക്കുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ബാങ്കിനോട്. എനിക്ക് ഇന്ന് വരെ 3-3.5 കോടി രൂപ ചെലവാക്കി. 75 റണ്ണിങ് 300 കിലോമീറ്റർ വണ്ടി ഓടിച്ചു തിരിച്ചു വരുന്നവനാ ഞാൻ. ചെറുപ്പക്കാരെക്കാൾ ചെറിയ ഇവിടെ ആവശ്യത്തോട് പറഞ്ഞത് 75 റണ്ണിങ് ആണ്. എനിക്ക് ഇപ്പോൾ ബാങ്കുകാർ മുന്നോട്ട് പോകാനുള്ള തടസ്സം എന്താ? 75 എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ഏറ്റവും വലിയ ശാപമാണോ വയസ്സ്? അതാണ് ഗവൺമെന്റ് വെച്ചേക്കുന്നത്. അത് ശരിയല്ല. കാര്യം എൻ്റെ ഫാദർ 99 വയസ്സ് വരെ ഇവിടെ തലേന്നും വന്ന് എന്നെ ഉച്ചയ്ക്ക് വിളിച്ച്, എന്തിനാ നിന്നെ എനിക്കൊന്ന് കാണണം. വീട്ടിൽ പോയി പിറ്റേന്ന് മരിക്കുകയായിരുന്നു. അതെ, എൻ്റെ അമ്മ 101ാമത്തെ വയസ്സിലാണ് കഴിഞ്ഞ മാസം മരിച്ചത്. അപ്പം അവർ 2, ഞാൻ, എൻ്റെ മോനെ, അതിൻ്റെ മോനെ, 4 ജനറേഷൻ ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ വരും തലമുറ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഒരൈറ്റമേലും കഴിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. തീർച്ചയായിട്ടും. എന്തായാലും സംസ്ഥാന ഗവൺമെന്റിന്റെ പോളിസികൾ മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെടും, അതൊരു കാര്യം. തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെപ്പോലെ സത്യസന്ധമായിട്ട് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് നിർമ്മാതാക്കളെ മതി മലനാട് ജീവിക്ക്. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മലനാട് ജീവിയിൽ ഞാൻ ഒന്ന് തുറന്നു പറയാം, ഞാനിപ്പോൾ പലപ്പോഴും കുറച്ചുകൂടെ എന്താണ് വില കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരു 10% കിട്ടിയാൽ മതി. തീർച്ചയായിട്ടും സന്തോഷം. മലനാട് ജീവി വിപണി വിലയേക്കാൾ കുറച്ച് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓർഗാനിക് കിട്ടുന്നത് 20 മടങ്ങ് കൂടുതലായിട്ടാണ് വിലയ്ക്ക്. ഇവിടെ നമ്മൾ വിപണി വിലയേക്കാളും എൽസ പ്രോഡക്റ്റിന് മലനാട് ജീവിയുടെ ഷോപ്പിലൂടെ മാത്രമേ കൊടുക്കാവൂ. അതേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. പക്ഷേ പ്രോഡക്റ്റ് എനിക്ക് അഡ്വാൻസ് നോട്ടീസ് തീർച്ചയായിട്ടും അതനുസരിച്ച് ഞാൻ എത്ര ടണ്ണ് വേണേലും അടിച്ചു തരാം. അതിന് ഞാൻ തയ്യാറാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ ഉണ്ടെന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ അണ്ടർടേക്ക് ചെയ്യണം എൻ്റെ കാലശേഷം. കാലശേഷം എന്നുള്ളതല്ല, ഇനിയും ഒരുപാട് നാളുകൾ ഞങ്ങളെ നയിക്കുവാൻ അങ്ങേക്ക് സർവേശ്വരൻ ആയുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. മലനാട് TV, a national media for social justice. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് രാഷ്ട്ര പുനർനിർമ്മാണം മാധ്യമത്തിലൂടെ എന്ന ആപ്തവാക്യവുമായി ഉടലെടുത്ത ഒരു മാധ്യമം അതിന്റെ 10ാം വയസ്സ് കടന്ന് ജൈത്രയാത്ര തുടരുകയാണ്. You are watching India's first NGO television, Malanadu TV India.